ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന സെറ്റ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ്റെ ബാലൻസ് പോർഷനിലേക്ക് നോക്കൂ. ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ലിസ്റ്റ് എ വായിക്കുകയാണ് ഞാൻ. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, മൾട്ടി ഫാക്ടർ തിയറി, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇത്രയുമാണ് ഫസ്റ്റ് ലിസ്റ്റിലുള്ളത്. സെക്കൻഡ് ലിസ്റ്റിലുള്ളത് സൈക്കോളജിസ്റ്റുകളാണ്. തൊണ്ടേക്ക്, ഗിൽഫോർഡ്, ഗോൾമാൻ, ഗാർട്ട്നർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെന്താണ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഓരോ ഐഡിയോളജീസും പ്രൊപ്പോണ്ട് ചെയ്ത് ആരാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആരാണ് മോഡൽ ഓഫ് ഇൻ്റലക്റ്റിൻ്റെ ഉപജ്ഞാതാവ്, അതുപോലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരുടെയാണ്, മൾട്ടി ഫാക്ടർ തിയറി ആരുടെയാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുടെയാണ്. ഇതറിയാവുന്ന ഒരാൾക്ക് മാത്രമേ, അറ്റ്ലീസ്റ്റ് ഒരു 3 അല്ലെങ്കിൽ 2 അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൽ നിന്നൊരു ഓപ്ഷനിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോമൺ ടോപ്പിക്കിലാണ് സൈക്കോളജിയെ സംബന്ധിച്ച്. ഇതൊക്കെ സൈക്കോളജിയുടെ ഒരു ബേസിക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒത്തിരി ഡീപ്പായിട്ട് പോയില്ലെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ഒരു സർഫസ് റീഡിങ്ങിലും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു PYQ ഒക്കെ ചെയ്ത് സൈക്കോളജി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉത്തരം കിട്ടുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഉത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളതാണെങ്കിൽ ഓപ്ഷൻ വായിക്കുന്നില്ല, ഡയറക്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോർഡിൻ്റെയാണ് കേട്ടോ. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നതിന് മറ്റു പല പേരുകൾ കൂടി അതിനുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതിൽ പല പേരുകളാണ്. അതർ നെയിംസ് ഓഫ് മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ SI മോഡൽ എന്ന് പറഞ്ഞാൽ അടുത്ത പേരിൻ്റെ തന്നെ ഒരു ചുരുക്കരൂപമാണ്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ, അത് തന്നെയാണ് SI മോഡൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SI മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ, 3D മോഡൽ ഓഫ് ഇൻ്റലിജൻസ്, ഇതൊക്കെ ആരുടെയാണ്? ഗിൽഫോർഡിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഗിൽഫോർഡിൻ്റെ ആശയമാണ്. അതുപോലെ മോഡൽ ഓഫ് ഇൻ്റലക്റ്റിൻ്റെ മറ്റു പേര്, ഇപ്പോൾ SI മോഡൽ എന്ന് കണ്ടാൽ മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് അറിയാം, എന്നാൽ SI മോഡൽ അറിയില്ല എങ്കിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ മോഡൽ ഓഫ് ഇൻ്റലക്റ്റിൻ്റെ തന്നെ മറ്റു പേരുകളാണ് SI മോഡൽ, അതുപോലെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ, അതുപോലെ 3D മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. ഓക്കെ, അടുത്ത് നോക്കിയോളൂ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അറിയാം, ബഹുമുഖ ബുദ്ധി അല്ലേ. മനുഷ്യന് പലതരത്തിലുള്ള ബുദ്ധി ഉണ്ടെന്ന് പ്രസ്താവിച്ച, അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ മനുഷ്യനെ പ്രശ്ന പരിഹരണത്തിന് പല രീതിയിലുള്ള ബുദ്ധിയാണ് സഹായിക്കുന്നത് എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് ആര്? ഹൊവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ബഹുമുഖ ബുദ്ധിയുടെ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഗാർട്ട്നർ ഇൻട്രൊഡ്യൂസ്ഡ് 7 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ത്രൂ ഹിസ് ടെക്സ്റ്റ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്, അതായത് മനസ്സിൻ്റെ ചട്ടക്കൂട് എന്ന പുസ്തകം, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ കൂടെയാണ് ആര്? ഹൊവാർഡ് ഗാർട്ട്നർ ആദ്യമായി 7 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുകൾ അവതരിപ്പിച്ചു. 7 തരം ബഹുമുഖ ബുദ്ധികൾ മനുഷ്യനുണ്ടെന്ന് അവതരിപ്പിച്ചത്. ഓക്കെ, ആ ടെക്സ്റ്റ് എന്നാണ് പബ്ലിഷ് ചെയ്തത് വെച്ചാൽ 1983. ഓക്കെ, ഗാർട്ട്നർ ആഡഡ് 2 more മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ത്രൂ ഹിസ് ടെക്സ്റ്റ് ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്. ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകത്തിൽ കൂടി അദ്ദേഹം 2 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർട്ട്നർ then removed 1 multiple intelligence and as of now there are 8 multiple intelligence. അങ്ങനെ അദ്ദേഹം അവസാനമായി ആഡ് ചെയ്ത് 2 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ നിന്നും 1 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അദ്ദേഹം ഒഴിവാക്കുകയുണ്ടായി. അങ്ങനെ നിലവിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുകളുടെ എണ്ണമായി കണക്കാക്കുന്നത് 8 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുകൾ, ബഹുമുഖ ബുദ്ധികൾ 8 ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടൽ. ഓക്കെ, അതുപോലെ മൾട്ടി ഫാക്ടർ തിയറി, ഇതൊക്കെ ഇൻ്റലിജൻസിൻ്റെ പല തിയറികളാണ് കേട്ടോ. ഇൻ്റലിജൻസ് അതായത് ബുദ്ധിയുടെ പല സിദ്ധാന്തങ്ങൾ, ബുദ്ധി സിദ്ധാന്തങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ മൾട്ടി ഫാക്ടർ തിയറി ആരുടെയെന്ന് വെച്ചാൽ തൊണ്ടേക്കിൻ്റെയാണ്. അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഡാനിയൽ ഗോൾമാൻ, വൈകാരിക ബുദ്ധി എന്ന ആശയം സൈക്കോളജിയിൽ അവതരിപ്പിച്ച ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ വേഗം ഒന്ന് പറഞ്ഞേക്കാം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹൊവാർഡ് ഗാർട്ട്നർ, മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ SI മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ 3D മോഡൽ ഓഫ് ഇൻ്റലിജൻസ് ഒക്കെ ആരുടെയാണ്? ഗിൽഫോർഡിൻ്റെയാണ്. അതുപോലെ എന്താണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ കൂടി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവതരിപ്പിച്ച ആരാണ്? ഹൊവാർഡ് ഗാർട്ട്നർ ആണ്. അതുപോലെ മൾട്ടി ഫാക്ടർ തിയറി തൊണ്ടേക്കിൻ്റെയാണ്. അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി ആരുടെയാണ്? ഡാനിയൽ ഗോൾമാൻ്റെയാണ്. ഓക്കെയാണല്ലോ. ഇനി മറ്റു തിയറീസ് നോക്കാം. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട മറ്റു ചില തിയറീസും കൂടെ നോക്കിക്കോ. 2 ഫാക്ടർ തിയറി, ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ തിയറി ചാൾസ് പിയർമാൻ്റെയാണ്. അപ്പോൾ ഇൻ്റലിജൻസിനെ ബന്ധപ്പെട്ട് മറ്റു തിയറികളാണ്, മറ്റു ചില ബുദ്ധി സിദ്ധാന്തങ്ങളാണ് താഴേക്ക് പറയുന്നത്, ഓപ്ഷനിൽ ഇല്ലാത്തതാണ്.
ടു ഫാക്ടർ തിയറി അല്ലെങ്കിൽ ദ്വിഘടക സിദ്ധാന്തം ആരുടെയാണ്? ചാൾസ് പിയർമാൻ. അതുപോലെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തഴ്സ്റ്റന്റെ ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ടു ക്ലസ്റ്റർ തിയറി ഓഫ് ഇന്റലിജൻസ് അതാരുടെയാണ്? റെയ്മണ്ട് കാറ്റലിന്റെ ആണ്. ടു ക്ലസ്റ്റർ തിയറി ഓഫ് ഇന്റലിജൻസ് ആരുടെയാണ്? റെയ്മണ്ട് കാറ്റലിന്റെ ആണ്. അതുപോലെ ട്രയാർക്കിക് തിയറി സ്റ്റേൺബർഗിന്റെ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. ബുദ്ധി സിദ്ധാന്തങ്ങൾ ബന്ധപ്പെട്ട പല പല കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പല പല ബുദ്ധി സിദ്ധാന്തങ്ങൾ പലരും പ്രസ്താവിച്ച ബുദ്ധി സിദ്ധാന്തങ്ങളാണിത്. അപ്പോൾ ടു ഫാക്ടർ തിയറി ചാൾസ് പിയർമാൻ, ഗ്രൂപ്പ് ഫാക്ടർ തിയറി തഴ്സ്റ്റൺ, ടു ക്ലസ്റ്റർ തിയറി ഓഫ് ഇന്റലിജൻസ് റെയ്മണ്ട് കാറ്റൽ, ട്രയാർക്കിക് തിയറി സ്റ്റേൺബർഗ്. ഓക്കെ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Out of the following which alternative shows characteristics of the formal operational stage given by Jean Piaget? അതായത് ജീൻ പിയാഷെയുടെ വികാസഘട്ടങ്ങൾ, അതായത് ഡെവലപ്മെന്റൽ സ്റ്റേജുകളിലെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന ഘട്ടത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് താഴെ പറയുന്നതിൽ ഏതാണുള്ളത്? അതാണ് ചോദ്യം. അപ്പോൾ ജീൻ പിയാഷെയുടെ വികാസഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഉൾവരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന സവിശേഷത എന്താണെന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തത് ഒബ്ജക്റ്റ് പെർമനൻസ് ഇൻ ചിൽഡ്രൻ, വസ്തുസ്ഥൈര്യം എന്ന് പറയും. അതുപോലെ രണ്ടാമത്തത് ചൈൽഡ് ഗെയിൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിൻസിപ്പിൾസ് സച്ച് ആസ് കൺസർവേഷൻ എന്ന കഴിവ് കുട്ടി നേടുന്നു എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി ദ ചൈൽഡ് അക്വയർസ് റിവേഴ്സിബിൾ തിങ്കിങ് എബിലിറ്റി, അതായത് ഒന്നിനേക്കാൾ വലുതാണ് മറ്റൊന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതാണ് ഇതെന്ന് തിരിച്ച് ചിന്തിക്കാനുള്ള എബിലിറ്റി, അതാണ് റിവേഴ്സിബിൾ തിങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എബിലിറ്റിയാണ് അക്വയർ ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട്, യുക്തിപരമായ ചിന്തകളുടെ പല പല രൂപാന്തരങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജീൻ പിയാഷെയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിലെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ നമുക്ക് നോക്കാം. ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ആശയം. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഈ ഒരു പ്രത്യേകത കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഓപ്ഷൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒബ്ജക്റ്റ് പെർമനൻസ്, പിയാഷെയുടെ കൺസെപ്റ്റ് പ്രകാരം ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥൈര്യം കുട്ടി കാണിക്കുന്നത് ഏത് പ്രായത്തിലാണെന്ന് വെച്ചാൽ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 0 to 2 years, 0 മുതൽ 2 വയസ്സ് വരെ ഇരിക്കുമ്പോഴാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഒരു കുട്ടിയെ നമ്മളൊരു സാധനം എന്തെങ്കിലും ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും എടുത്ത് നമ്മുടെ കൈ ഇങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ കല്ല് കാണിച്ചിട്ട് നമ്മുടെ കൈ എടുത്ത് ഇങ്ങനെ മറച്ച് ഇങ്ങനെ കല്ല് പുറയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ ഈ കല്ലങ്ങ് മാറ്റിയാലും കുട്ടി ചിന്തിക്കുന്നത് കല്ല് ഈ കൈയുടെ പുറകിലുണ്ടെന്ന്. അതാണ് വസ്തുസ്ഥൈര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് നമ്മുടെ ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് കാണിക്കുന്നത്. അതിൻ്റെ പീരീഡ് 0 to 2 years ആണ്. ഓക്കെ, അടുത്ത കൺസർവേഷൻ എന്ന ആ പ്രത്യേകത കാണിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 7 മുതൽ 11 വയസ്സ് വരെ. അപ്പോൾ ഈ സ്റ്റേജസ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ അതിൻ്റെ പീരീഡും കൂടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ 7 മുതൽ 11 വയസ്സുള്ള ഘട്ടത്തിലാണ് കൺസർവേഷൻ എന്ന എബിലിറ്റി കുട്ടിക്ക് ഉണ്ടാകുന്നത്. അതുപോലെ റിവേഴ്സിബിൾ തിങ്കിങ് നേരത്തെ പറഞ്ഞു, റിവേഴ്സിബിൾ തിങ്കിങ് ഉണ്ടാകുന്നതും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതും 7 to 11 വയസ്സാണ്. ലോജിക്കൽ തോട്ടുകളൊക്കെ ഉണ്ടാകുന്നു ഫോർമൽ ഓപ്പറേഷൻസ്, നമ്മുടെ ഓപ്ഷൻ്റെ ചോദ്യം തന്നെയാണ് അല്ലേ. 11 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള കുട്ടി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കുമെന്നാണ് പിയാഷെ പറയുന്നത്. ആ സ്റ്റേജിൽ ഒരു കുട്ടി നേടുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ലോജിക്കൽ തോട്ട്. അടുത്ത ഈഗോസെൻട്രിക് തോട്ട്സ്. ഈഗോസെൻട്രിക് തോട്ട് എന്ന് വെച്ചാൽ അഹം കേന്ദ്രീകൃത ചിന്ത, അതായത് എല്ലാം ഞാനാണ്, എന്നെ ചുറ്റിയാണ് ഈ ലോകം മൊത്തം നടക്കുന്നത്, ഞാനാണ് സെൻറ്റർ എന്നൊരു ചിന്ത. കൊച്ചു ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൊച്ചു നാളുകളിലൊക്കെ നമുക്കൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യമല്ലേ, നമ്മൾ മാത്രമാണ് നമ്മുടെ ചിന്തയിലുള്ളത് അല്ലേ. ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി നടക്കുന്നു, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എന്തിനോ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത. അതാണ് അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത്. അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഇത് മലയാളം പ്രാക് മനോവ്യാപാര ഘട്ടം എന്നാണ് കേട്ടോ. ഈ LP UP പരീക്ഷകൾക്കൊക്കെ ഇത് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നറിയാമല്ലോ. അപ്പോൾ ആ ഒരു അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന് പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്നായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇപ്പം കഴിഞ്ഞ 2 ടൈമായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സ് ചിലപ്പോൾ ബ്രാക്കറ്റിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് അതുപോലെ മലയാളത്തിൽ ഇപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്നിരുന്നാലും ആ ഘട്ടം അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോം ഓഫ് റിസർച്ച് ടിപ്പിക്കലി കണ്ടക്ടഡ് ബൈ പ്രാക്ടീഷണേഴ്സ് ടു ഹെൽപ്പ് ദം സോൾവ് ലോക്കൽ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാൻ പ്രാക്ടീഷണേഴ്സിനെ സഹായിക്കുന്ന മെത്തേഡ് ഏതാണെന്ന്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, ബേസിക് റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്. അപ്പോൾ ഇത് ലോക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരാൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ അത് ആക്ഷൻ റിസർച്ച് ആണ്, ക്രിയാ ഗവേഷണം എന്ന് പറയും. ഓക്കെ, ആക്ഷൻ റിസർച്ച് ആണ് കേട്ടോ. ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ പൊരുത്തക്കേടുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം, കൺഫ്യൂസ് ആവരുത്. ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് ആക്ച്വലി കട്ട്ലെവിനാണ്. പക്ഷേ കൂടുതൽ പരീക്ഷകളിലും ക്രിയാ ഗവേഷണത്തിന് പിതാവ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ മിക്കവാറും കട്ട്ലെവിനെ കാണാറില്ല. അപ്പോൾ ഇത് സൈക്കോളജിസ്റ്റ് ഹു അപ്ലൈഡ് ദിസ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് ആക്ഷൻ റിസർച്ചിനെ അവതരിപ്പിച്ച സൈക്കോളജിസ്റ്റ് ആരാണെന്ന് വെച്ചാൽ അത് സ്റ്റീഫൻ എം കോറിയാണ്. അദ്ദേഹമാണ് പല ചോദ്യങ്ങൾക്കും ഓപ്ഷനായിട്ട് സ്റ്റീഫൻ എം കോറിയാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത്? ആക്ഷൻ റിസർച്ചിൻ്റെ പിതാവായിട്ട്. ഓക്കെ, അപ്പം കട്ട്ലെവിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കട്ട്ലെവിൻ ആണ് യഥാർത്ഥത്തിൽ ആക്ഷൻ റിസർച്ചിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. എന്നാൽ അത് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്ത ആരാണ്, അല്ലെങ്കിൽ അതിനെ പ്രചാരം നേടിക്കൊടുത്ത ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ PSC പരീക്ഷകളിലൊക്കെയും കട്ട്ലെവിൻ എന്ന ഓപ്ഷൻ കാണാറില്ല, സ്റ്റീഫൻ എം കോറിയാണ് കാണാറ്. ദെൻ സ്റ്റീഫൻ എം കോറി തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആൻസർ. ഇൻ കേസ് കട്ട്ലെവിൻ ഉണ്ടെങ്കിൽ കട്ട്ലെവിനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ മനസ്സിലാക്കി ഉത്തരം എഴുതാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അൺസക്സസ്ഫുൾ അച്ചീവ്മെന്റ് ഓഫ് സർട്ടൺ സ്കിൽസ് ലീഡ് ടു ഇനബിലിറ്റി ടു പെർഫോം ആസ് എക്സ്പെക്ടഡ് അറ്റ് സർട്ടൺ സ്റ്റേജസ്. ദേ ആർ നോൺ ആസ് ഡെവലപ്മെന്റൽ ഡാഷ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റലിന് ശേഷം ബാക്കിയുള്ള ടേമാണ് നമുക്ക് വേണ്ടത്. എ ടാസ്ക്, ബി ഹസാർഡ്സ്, സി ഡിസോർഡർ, സി ഡി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് ചില ടാസ്കുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും. ആ ടാസ്കുകൾ നമ്മൾ കൃത്യമായി കവർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ്, സക്സസ്ഫുൾ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് ആ സ്റ്റേജിൽ നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ബാരിയേഴ്സ്, ഓക്കെ, ആ ഒരു ബാരിയേഴ്സിനെ വിളിക്കുന്നത്, അതായത് വികസന ഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ടാസ്ക്കാണ്, ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് ഒരു കുട്ടിയുടെ വികാസ സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ്. ഡെവലപ്മെൻറ്റ് ടാസ്കുകൾ നല്ല സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്താൽ അത് ആത്മവിശ്വാസം കൂട്ടുകയും അടുത്ത സ്റ്റേജിലേക്കുള്ള വികസനം വളരെ കൃത്യമായി കാര്യമായി നടക്കുമെന്നും, എന്നാൽ അൺസക്സസ്ഫുൾ അച്ചീവ്മെന്റ് ആണെങ്കിൽ അത് കണ്ടോ ഓഫ് സർട്ടൺ സ്കിൽസ് ലീഡ് ടു ഇനബിലിറ്റി ടു പെർഫോം ആസ് എക്സ്പെക്ടഡ്, പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ അല്ലെങ്കിൽ പ്രതീക്ഷക്കൊത്ത ഒരു വികാസം നടക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും ഈ അൺസക്സസ്ഫുൾ അച്ചീവ്മെന്റ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഡെവലപ്മെന്റൽ ടാസ്കുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റൽ ടാസ്കുകളെ പറ്റി റിസർച്ച് ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ജെ ഹാവിഗസ്റ്റ് ആണ്. അപ്പോൾ റോബർട്ട് ജെ ഹാവിഗസ്റ്റ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന കൺസെപ്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്മെന്റൽ ടാസ്ക് റെഫർ ടു എ ഫിസിക്കൽ ഓർ കൊഗ്നിറ്റീവ് സ്കിൽ ദാറ്റ് എ പേഴ്സൺ must accomplish during a particular age period to continue development. ഒരു പ്രത്യേക പ്രായ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യേണ്ടുന്ന ചില സ്കില്ലുകളാണ്. ആ സ്കില്ലുകൾ കൃത്യമായി അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതുപോലെ ആസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആ കുട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദേ റെഫർ ടു എ ഫിസിക്കൽ ഓർ കൊഗ്നിറ്റീവ് സ്കിൽ ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് അക്കംപ്ലിഷ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഏജ് പീരീഡ് ടു കണ്ടിന്യൂ ഡെവലപ്മെന്റ്. വികസനം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആയ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റോബർട്ട് ജെ ഹാവിഗസ്റ്റിന്റെ ഒരു നിരീക്ഷണത്തിൽ. ഓക്കെ, അദ്ദേഹം he researched about the different developmental tasks which may occur in 6 different stages of development defined by Robert J. Havigast. അദ്ദേഹം ഈ വികാസ ഘട്ടങ്ങളിൽ ചില 6 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റുകളെ പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ 6 ഘട്ടങ്ങളിൽ വരുന്ന ചില ഡെവലപ്മെൻറ്റൽ ടാസ്കുകളെ പറ്റിയാണ് അദ്ദേഹം എന്ത് ചെയ്ത് റിസർച്ച് ചെയ്തെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ പിതാവാരാണ്? റോബർട്ട് ജെ ഹാവിഗസ്റ്റ്. ഓക്കെ ആണല്ലോ. വികാസ ഘട്ടത്തിൽ അല്ലെങ്കിൽ വികാസ വേളയിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ മുമ്പിലേക്ക് വരുന്ന ടാസ്കുകൾ, ആ ടാസ്കുകൾ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നേടുന്ന അച്ചീവ്മെൻറ്റുകൾ, സക്സസ്ഫുൾ അച്ചീവ്മെൻറ്റുകൾ അവനെ മുമ്പോട്ടുള്ള വികാസത്തിൽ
എന്താണ് സപ്പോർട്ട് ചെയ്യുമെന്നും അതുപോലെ അൺസക്സസ്ഫുൾ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ അത് മുമ്പോട്ടുള്ള വികാസത്തിന് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലുള്ള ഒരു പ്രകടനം നടത്താൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്നുള്ളതാണ് ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. The area of philosophy that deals with the nature and the origin of human knowledge is ഈ നേച്ചർ എന്ന് കാണുമ്പോൾ ദ ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ഡീൽ ചെയ്യുന്നതെന്നല്ല. ആ സെൻസ് ഫുള്ള് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടുന്നു കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ നല്ല കൃത്യമായി വായിച്ചു നോക്കണം. നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അറിവിൻ്റെ പ്രകൃതവും അതിൻ്റെ ഉൽപ്പത്തിയെയും പറ്റി പഠിക്കുന്നത്, അങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് നേച്ചർ എന്ന് ചോദിച്ചാൽ അത് വേറെയാണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കരുത്. നേച്ചർ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ്, അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യ വിജ്ഞാനത്തിൻ്റെ പ്രകൃതത്തെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് നോക്കൂ. ആക്സിയോളജി ഉണ്ട്, മെറ്റാഫിസിക്സ് ഉണ്ട്, എപ്പിസ്റ്റമോളജി ഉണ്ട്, തിയോളജി ഉണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജിയാണ് കേട്ടോ. എപ്പിസ്റ്റമോളജി, ദ ഫിലോസഫിക്കൽ സ്റ്റഡി ഓഫ് നേച്ചർ, ഒറിജിൻ ആൻഡ് ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളജ്. അതായത് പ്രകൃതം, അതായത് മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അറിവിൻ്റെ പ്രകൃതം, അതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഉൽപ്പത്തി, അതുപോലെ ലിമിറ്റ്സ് അതായത് അതിൻ്റെ പരിമിതികൾ തുടങ്ങിയവയെ പറ്റിയൊക്കെ പഠിക്കുന്ന ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ് ഏതെന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അതുപോലെ ഫാദർ ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ജീൻ പിയാഷെയാണ്. അപ്പോൾ ജീൻ പിയാഷെയാണ് എന്ത് ഫാദർ ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈക്കോളജിയുടെ ചില കോർ പോർഷൻസിലെ ഊന്നിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്ത്. അപ്പോൾ അതെല്ലാവരും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് സെറ്റ് ക്രാക്കറിൻ്റെ മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ഗുഡ് ബൈ.